തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണവും സംസ്ഥാന സമ്മേളനവും സംഘടിപ്പിച്ചു. പത്തനാപുരം ഗാന്ധിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം ഗാന്ധിഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പത്രവാർത്തയിലൂടെയും അല്ലെങ്കിൽ വേറെ വിവരാവകാശപരമായി അന്വേഷിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള നിത്യേന നടക്കുന്ന ഉപഭോക്തൃ പ്രശ്നങ്ങൾ കാണുന്നതിനോ ഉപഭോക്തൃ അവകാശ ധ്വംസനങ്ങൾ പരിഹരിക്കുന്നതിനോ കാണുന്നതിനോ അതിനെതിരെ നടപടിയെടുക്കുന്നതിനോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രംഗത്ത് വരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പെരുകി വരുന്ന അനിശ്ചിത വ്യാപാരം, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ദിനംപ്രതി നമ്മൾ ചാനലിലൂടെയും ഒപ്പം തന്നെ പത്രങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ക്രിസ്തുമസ് കാലഘട്ടമാണ്, നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് പത്രം നിവർത്തി നോക്കിയാൽ ഒരുപാട് പരസ്യങ്ങൾ അതിൽ കാണാൻ കഴിയും. ഒരുപാട് വില കുറച്ച് കൊടുക്കുന്നു, പകുതി വിലയ്ക്ക് കൊടുക്കുന്നു. സാധനങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു. 2000 രൂപയില്ല സാധനം 2000 കട്ട് ചെയ്ത് 1000 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് കച്ചവടക്കാർ പരസ്യം നൽകുന്നു. കെ നന്ദകുമാർ, അഡ്വക്കേറ്റ് വേണുഗോപാൽ, കെ എ ഗോവിന്ദൻ, അമൽരാജ്, ബി രാധാമണിയമ്മ, ഉഷ രാമചന്ദ്രൻ, വാസുക്കുട്ടൻ, ജോർജ് തോമസ്, അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം